തന്റെ യജമാനനെയും വീട്ടുകാരെയും അത്രയധികം സ്നേഹിച്ച ഒരു നായയുടെ റിപ്പോർട്ടാണിനി. ഉണ്ട ചോറിന് നന്ദി കാട്ടി ജാക്കി ജീവത്യാഗം ചെയ്തപ്പോൾ അതൊരു കുടുംബത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. മൂർഖൻ പാമ്പിൽ നിന്നും തന്റെ യജമാനനെ രക്ഷിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ജാക്കി എന്ന നായ തീരാ നോവായി മാറിയിരിക്കുകയാണ്. ജാക്കിയുടെ നീറുന്ന ഓർമ്മയിലാണ് കോഴിക്കോട് മൊകവൂർ മാവാട്ടുവീട്ടിലെ രാമനുണ്ണി. തന്റെ ജീവൻ കാക്കാൻ ജീവിതം ബലി കൊടുത്ത പ്രിയപ്പെട്ട വളർത്തുനായയെ ഓർത്ത് സങ്കടക്കടലിലാണ് ഈ വീട്ടുകാരൻ. രാവിലെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ നിർത്താതെ കുരച്ച നായയെ രാമനുണ്ണി സംശയം തോന്നി തുറന്നുവിടുകയായിരുന്നു. വെട്ടിയിട്ട വാഴയിലകൾക്കിടയിൽ നിന്നും മൂർഖൻ പാമ്പിനെ കടിച്ചു പുറത്തെടുത്ത ജാക്കി അതിനെയും കൊണ്ട് മുറ്റത്തെത്തി. കടിയേറ്റ പാമ്പ് നിമിഷങ്ങൾക്കകം ചത്തു. 1 മണിക്കൂർ കഴിഞ്ഞ് ജാക്കിയുടെ കാലുകൾ കുഴഞ്ഞപ്പോൾ തന്നെ കരുവശ്ശേരിയിലെ ഡോക്ടറുടെ അടുത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷം രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നടന്നതൊക്കെയും ഭയത്തോടെയും സങ്കടത്തോടെയുമല്ലാതെ ഓർത്തെടുക്കാനാകുന്നില്ല രാമനുണ്ണിക്ക്. നായ കൊന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ നായനെ കൂട്ടിലേക്ക് കൊണ്ടുവന്ന് വെള്ളം കഴുകി കുളിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് ശേഷം ജീപ്പ് എടുത്തിട്ട് ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവിടെ എത്തി ട്രിപ്പ് കുറച്ച് കൊടുത്തിട്ടുള്ളപ്പോൾ ഇങ്ങനെ നായ അവിടുന്ന് മരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എന്നും അതിനെ അത്രയും സ്നേഹിക്കുന്ന നായയാണ്. ഇപ്പോൾ എല്ലാവരായിട്ടും വളരെ ബന്ധമുള്ള. എപ്പോൾ വിളിച്ചാലും വരും. കൂട്ടിൽ പിന്നെ ഇതൊന്നും ചെയ്യില്ല, മലവിസർജനങ്ങളും കൂട്ടിൽ നടത്തൂല. അപ്പോൾ അതിനെ വിളിക്കൂ. അപ്പോൾ അത് ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ആ ഭാഗത്ത് പോയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിനെ കണ്ടപ്പം പിന്നെ എന്തെങ്കിലും ഒരു പൂച്ചയോ തവളയോ വണ്ടിയിൽ എന്തെങ്കിലും തൊടിയിലുണ്ട് അപ്പം ഞങ്ങളെ അറിയിക്കും. ഭർത്താവിന്റെ ജീവന് ഒരു പോറലുമേൽക്കാത്തതിൽ ആശ്വാസമുണ്ടെങ്കിലും ജാക്കിയുടെ വിയോഗത്തിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല വസന്തയ്ക്ക്. ഭക്ഷണം രാവിലെ അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്ന് ദോശയും മീൻകറി അച്ഛൻ മോൻ്റെ കൊടുത്തു. ആ 2 ജീവൻ അത് രക്ഷിച്ചതിന് ശേഷം അവൻ പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്തതായിപ്പോയി. നല്ലൊരു സ്നേഹമുള്ളതായിരുന്നു എല്ലാവരുമായിട്ട്, ചെറിയ കുട്ടിയായിട്ടുമൊക്കെ. കോവിഡ് കാലത്ത് വീട്ടുകാർക്ക് സർപ്രൈസായി റോഡ് വീലർ ഇനത്തിൽപ്പെട്ട ജാക്കിയെ കൊണ്ടുവന്നത് ഓർത്തെടുക്കുകയാണ് മകൻ രാകേഷ്. കോവിഡ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ ഫെലിക്സ് റോട്ടോഗേങ് എന്ന് പറഞ്ഞ ഒരു കടിച്ചു പറിക്കുന്ന നായൻ്റെ കുഞ്ഞനാണ്. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, മക്കൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നതാണ് ഇവനെ. 6-ാം വയസ്സിലാണ് ജാക്കി അത്രയും പ്രിയപ്പെട്ട വീട്ടുകാരോട് യാത്ര പറഞ്ഞത്. എത്ര വർഷം കഴിഞ്ഞാലും വീട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത സ്നേഹവും കടപ്പാടും ബാക്കി വെച്ച്. സ്നേഹരാഹിത്യത്തിന്റെ പുതിയ കാലത്ത് സ്നേഹത്തിന്റെ പുതിയ കഥ സമ്മാനിച്ചാണ് ജാക്കി യാത്ര ചൊല്ലിയത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.